CPIM-മായി ഇടഞ്ഞു നിൽക്കുന്ന നിരവധി നേതാക്കൾ കോൺഗ്രസിലേക്ക് എത്തുന്നത് ശുഭസൂചനയായി കാണാമെന്നാണ് KPCCയുടെ അധ്യക്ഷനായ K. സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. നിരവധിയായ ജില്ലകളിൽ CPIM സംസ്ഥാന നേതൃത്വത്തിനെതിരെ അതിശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തി കഴിഞ്ഞു. നമുക്കറിയാം, ചെറിയാൻ ഫിലിപ്പ് കുറേ നാൾ ഇടതു സ്വതന്ത്രനായിരുന്നു. എന്നാൽ ആ ചെറിയാൻ ഫിലിപ്പ് തിരിച്ച് കോൺഗ്രസിലേക്ക് പോകുന്ന കാഴ്ചയുണ്ടായി. അങ്ങനെ കോൺഗ്രസ് വിട്ടവരെല്ലാം തിരികെ കോൺഗ്രസിലേക്ക് എത്തുന്ന ഒരു അഭൂതപൂർവമായ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. തോമസ് ഐസക് ആലപ്പുഴയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനൊരുങ്ങുകയാണ്. പാർട്ടി നേതൃത്വവുമായി പടലപ്പിണക്കത്തിലായി പാർട്ടി പ്രവർത്തനം തന്നെ ഉപേക്ഷിച്ച G. സുധാകരനെ വീണ്ടും കോൺഗ്രസിലൂടെ രണ്ടാമത് ഒരു അംഗം കുറിക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമത്തിൽ കളത്തിലിറക്കാൻ പോവുകയാണ് അമ്പലപ്പുഴയിലെന്നാണ് റിപ്പോർട്ടുകൾ. യഥാർത്ഥത്തിൽ കോൺഗ്രസിന് 50 അതിൽ കൂടുതലോ സീറ്റ് കിട്ടിയാൽ മാത്രമേ UDF-ന് ഒരു മിന്നുന്ന വിജയം അർഹതപ്പെടാൻ വകയുള്ളൂ. UDF-ന് വേണ്ടത് മികച്ച ഒരു വിജയമാണ്. കഴിഞ്ഞ 10 കൊല്ലത്തെ ഭരണവിരുദ്ധത അത് ഏറ്റവും നന്നായി താഴെത്തട്ടിൽ പ്രതിഫലിക്കുമ്പോൾ അടുത്ത 2025 നവംബർ മാസം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഫലവും അതിനോടനുബന്ധിച്ച് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള അട്ടിമറി നീക്കവും നടക്കുമ്പോൾ സ്വാഭാവികമായും LDF തകരുക എന്നത് അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം.